ഹായ് ഫ്രണ്ട്സ്, ഒരു കല്യാണ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ കല്യാണമാണ്. അപ്പോൾ ഞാൻ കരുതി ഒരു വ്ളോഗ് എടുത്ത് കളയാമെന്ന്. ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണ വീട്. ഈ കല്യാണ വീട്ടുകാർക്ക് ഇവിടുത്തെ ആഘോഷങ്ങളും ഒരുക്കങ്ങളൊക്കെ കുറേ മുൻപ് തുടങ്ങിയെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഈ ഒരു കല്യാണം തുടങ്ങുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് ഡ്രസ്സ് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ്. പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഡ്രസ്സ് കൊണ്ടുപോകാനാണ് നമ്മളെല്ലാവരും ഒരുങ്ങി നിൽക്കുന്നത്. അതിനായിട്ട് ഇതാ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. ചെക്കൻ്റെ സിസ്റ്ററും ആൾക്കാരും ഒക്കെ ആയിട്ട് ഇതാ ഇറങ്ങാൻ വേണ്ടി പോവാന്ന്. ഇത് കല്യാണ തലേന്ന് വൈകുന്നേരത്തെ കാഴ്ചകളാണ് കേട്ടോ. ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടുന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ വൈകുന്നേരം തന്നെ ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ ഒരു ട്രാവലറിൽ കൊള്ളുന്ന ആൾക്കാരാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതാ ബാക്ക് വശത്തെ സീറ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. പെണ്ണിൻ്റെ വീട് എടക്കാട് ചാല അങ്ങോട്ടേക്കാണ്. എനിക്ക് കറക്റ്റ് പ്രോപ്പർ പ്ലേസ് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. ഇപ്പോൾ നമ്മളിതാ കണ്ണൂർ എത്തിയിട്ടുണ്ട്. നമ്മുടെ കാൾടെക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും പേരാണ് പോയിട്ടുള്ളത്. കുറച്ച് ആൾക്കാർ നമ്മുടെ പുറകിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് എത്തി, അകത്തേക്ക് കയറി. പിന്നെ ഫുൾ ടൈമും ക്യാമറ ഒന്നും ഞാൻ എടുത്തില്ല, വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അറിയാത്ത ആൾക്കാരാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ പെണ്ണിൻ്റെ പേര് അഞ്ജു എന്നാണ്. കല്യാണ പയ്യൻ്റെ പേര് ജ്യോതിഷ് എന്നാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ചെക്കൻ്റെ സിസ്റ്റർ അനഘ. അപ്പോൾ പുടവ കൊടുക്കൽ ചടങ്ങാണല്ലോ ഇന്ന് അതിനാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മളെ നേരെ വെള്ളവും അങ്ങനത്തെ ഐറ്റംസൊക്കെ കടികളൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇവരിവിടെ കണ്ടോ ചോറ് തിന്നുന്ന പോലെയാണ് കേട്ടോ മിച്ചർ വാരി കഴിച്ചേക്കുന്നത്. ഇനി അടുത്തത് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ട്. നമ്മൾ ബിരിയാണി അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി തന്നെയായിരുന്നു. പിന്നെ നമുക്കൊരു കമ്പാനിയനെ കൂടെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, ഈ ചേച്ചി, ഈ ബ്ലാക്ക് ചുരിദാറിട്ട ചേച്ചി ഇവിടുത്തുകാരെയാണ്. നമ്മുടെ കൂടെ ഫുഡിനെ കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഈ കുട്ടിയുടെ പരിപാടി ഇതൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചതാ ചെക്കൻ്റെ വീട്ടിലെത്തിയപ്പോൾ എടുത്ത സെൽഫിയാണ് കേട്ടോ ഇത്. പിന്നെ ആകെ ടയർഡായിരുന്നു, എത്താൻ തന്നെ നല്ല ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ കൂടെ ഒരു സെൽഫി എടുത്തു. പിന്നെ അധികം നമ്മൾ അവിടെ നിന്ന് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മളൊക്കെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ സ്വന്തം വീട്ടിൽ. പിന്നെ ഇതാ കല്യാണ ദിവസമായപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളാണ് കാണുന്നത്. കല്യാണ ദിവസം എന്താ എല്ലാവരും ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. ചെക്കൻ പുറപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ആൻറ്റിയും അവിടുത്തെ സ്റ്റേജിലൊക്കെ കയറി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് പിന്നെ എവിടെ ചെന്നാലും ഫോട്ടോസ് എടുക്കാതെ വരാൻ വേണ്ടി പറ്റത്തില്ല, അതല്ലേ. ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇതെല്ലാവരും റെഡിയായി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാണ് രജനി ചേച്ചി കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഹാങ് ചെയ്തിട്ടേക്കുന്ന ഈ ഒരു പിക്ചർ ഉണ്ടല്ലോ, നല്ല രസമുണ്ടായിരുന്നു. ഇതിങ്ങനെ കാറ്റത്ത് ആടി കളിക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയിലത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെക്കൻ കാറിൽ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ കുറേ പേര് ബസ്സിലാണ് കേട്ടോ. കാരണം ബസ് ഈ ഒരു റോഡിന് വരാത്തതുകൊണ്ട് കുറച്ച് അകലെയാണ് ബസ് നിർത്തിയിട്ടേക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ബസ്സിൽ നേരത്തെ പോയി സീറ്റൊക്കെ പിടിച്ചു. അതൊക്കെ ഫുള്ളായി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗ്യാപ്പിലത്തെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളും പോയേക്കുന്നത് ബസ്സിലല്ല, ആപ്പൻ്റെ കാറിലാണ്. ബസ്സാകുമ്പോൾ നമ്മൾ തിരിച്ചെത്താൻ ഒത്തിരി ലേറ്റ് ആകും. ഇതാകുമ്പോൾ നമുക്ക് പെണ്ണിൻ്റെ വീട്ടിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിക്കാമല്ലോ എന്നുള്ളതാണ് നമ്മൾ വണ്ടിയിൽ പോയത് കേട്ടോ. അതാ നമ്മുടെ ബസ്സാണ് മുന്നിൽ തന്നെ പോകുന്നത്. പിന്നെ വണ്ടിയിലിരുന്ന് നമ്മൾ മെയിനായിട്ടുള്ള പരിപാടി ഇതൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ ബസ്സിൽ പോകാൻ എല്ലാവരും കൂടെ ആകുമ്പോൾ നല്ല രസമാണ്. എന്താ പറയുക, പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ഈ കുട്ടികളൊക്കെ കൊണ്ടുപോകേണ്ടത് തന്നെ അത്യാവശ്യം നല്ല റിസ്ക്കുമാണ്. അതുകൊണ്ടാണ് വണ്ടിയിൽ പോകാമെന്നുള്ളത്. എനിക്ക് പൊതുവെ ബസ്സിൽ പോകാനാണ് ഇഷ്ടം. അങ്ങനെ നമ്മളെ ബസ് നമ്മുടെ പിറകിലും മുന്നിലൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ പുറകിലാണ് ബസ്സുള്ളത്, നമ്മൾ ബാക്കിലുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളുടെ പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്, നല്ല ചൂടും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തിരി റിസ്ക് ആയിരുന്നു കേട്ടോ ഇവിടേക്ക് നിൽക്കുക എന്നുള്ളത്. അങ്ങനത്തെ പെണ്ണിനെ സ്റ്റേജിൽ കയറാൻ വേണ്ടി നോക്കുന്നുണ്ട്. നമ്മൾ കല്യാണമാണെങ്കിൽ ജസ്റ്റ് പെണ്ണിനെ കയറി അപ്പോൾ തന്നെ നമ്മൾ വേറൊരു ഭാഗത്തേക്ക് ഒതുങ്ങി മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവിടെ എത്തിയപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. വളരെ ആശ്വാസമായിരുന്നു കേട്ടോ ഈ ഒരു ചൂടത്ത്. അപ്പോൾ ഇതാ പെണ്ണ് സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിതാ കല്യാണമൊന്നും കഴിയാൻ നമ്മൾ കാത്തു നിന്നില്ല കേട്ടോ. നമ്മളൊക്കെ ഒരു ഭാഗത്ത് നിന്ന് സെൽഫി എടുക്കുക, നമ്മളേതായ കാര്യങ്ങൾ ചെയ്താൽ പിന്നെ ഒന്നും നോക്കിയില്ല. ഫുഡ് കൊടുക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി സീറ്റ് പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫുഡും സദ്യയൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പായസം പാൽപ്പായസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാറിൽ പോയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഫുഡടി കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ച് വീട്ടിലെത്തി കുറച്ച് സമയം റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അതാണ് ബസ്സിലാണ് പോകണമെങ്കിൽ നമ്മൾ ഒത്തിരി ലേറ്റ് ആവും.
കാരണം വേറൊന്നല്ല, ഇനി വൈകുന്നേരം നമുക്ക് റിസപ്ഷന് പോകാനുള്ളതാണേ. അങ്ങനെ ദാ ഈവനിങ് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മളിതാ റിസപ്ഷന് പോകാൻ വേണ്ടി റെഡി ആയി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി റിസപ്ഷൻ്റെ കുറച്ച് പരിപാടികളാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ഇതൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഞാനിത് വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചതല്ലായിരുന്നു, പക്ഷേ പിന്നെ എന്തോ എടുക്കാൻ തോന്നി അങ്ങനെ എടുത്തതാണ്. അങ്ങനെ എന്താ പെണ്ണിൻ്റെ ചെക്കൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുമ്പം എൻസറ ബൊട്ടിക്ക് എന്ന് പറഞ്ഞൊരു ബൊട്ടിക്കുണ്ട്, അതിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതിൻ്റെ പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ സൈഡിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അകത്തിരുന്നതിന് ശേഷം എന്താ നമ്മുടെ പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനെനിക്ക് സോങ് പ്ലേ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അത് പ്ലേ ചെയ്യാൻ ആവില്ല കേട്ടോ. അതുകൊണ്ടാണ്, കാരണം കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു വീഡിയോക്കകത്തും സോങ് മ്യൂസിക് ഇതൊന്നും നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. നല്ല ഭംഗിയിൽ കുട്ടികൾ അത് കളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ മണവാളനും മണവാട്ടിയും ഇറങ്ങി വന്ന് ഒരു സ്റ്റെപ്പൊക്കെ ഇട്ട് കേട്ടോ. അവർക്കാണെങ്കിൽ ആ ഡ്രസ്സൊക്കെ ഇട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്തിരി പാടായിരിക്കുമല്ലോ, കാരണം ഹെവി ആണല്ലോ ഡ്രസ്സ്. അപ്പോൾ അങ്ങനെ അവരും 2 സ്റ്റെപ്പ് വെച്ചു. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഇത് ചെറിയ നല്ലൊരു നൈറ്റായിരുന്നു, കാരണം നമ്മളൊക്കെ കൂടി കുറച്ച് സമയം ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു. അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു ഡേ ആയിരുന്നേ. ഇപ്പോൾ ടൈം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. ചെക്കനും പെണ്ണും എന്താ ഫോട്ടോ പരിപാടി അങ്ങനത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ എന്താ അവർ ഫുഡ് കഴിക്കാനായിട്ട് ചെന്നിട്ടുണ്ട്. നമ്മളിതിങ്ങനെ പറയായിരുന്നു കേട്ടോ, ഭയങ്കര ടയർഡായിട്ടുള്ള ഉണ്ടാവുമോ, അപ്പോൾ അവരെത്ര ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കുന്നത്, അവർക്ക് എന്തെങ്കിലും ഡ്രിങ്കൊക്കെ ഇടയ്ക്ക് കൊണ്ടു കൊടുക്കേണ്ടതാണെന്നൊക്കെ നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്യാം. പിന്നെ ഓരോരോ ആൾക്കാരായിട്ട് പാട്ട് സെക്ഷനിലേക്ക് കടന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒത്തിരി ഐസ്ക്രീം എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരെണ്ണം മാത്രമേ കഴിച്ചുള്ളൂ, കാരണം രാത്രി ആയതുകൊണ്ട് തന്നെ കോൾഡിൻ്റെ ഇഷ്യൂ ഉണ്ടാവുമോ എന്ന് കരുതിയിട്ട്. ഈ കഴിച്ച പാത്രങ്ങളൊക്കെ ഞാൻ കഴിച്ചതാണ് തെറ്റിദ്ധരിക്കേണ്ടത്, എല്ലാവരും കഴിച്ചിട്ട് അവിടെ വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പാട്ട് പാടുന്നുണ്ട്. ഈ ഒരു യെല്ലോ സാരി ഇട്ട ചേച്ചി ഉണ്ടല്ലോ, നല്ല രീതിക്ക് പാട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. മ്യൂസിക്കൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് ഇതിൽ കൊടുക്കാത്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ചേച്ചിയോട് ഞാൻ ഒരെണ്ണം കൂടെ പാടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുറച്ച് ആൾക്കാർ അവിടെ ഇരുന്ന് നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായത്. നല്ല ഒരു രസമായിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ വെറുതെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ കല്യാണ വ്ളോഗ് പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.